കൊച്ചി വെല്ലിംഗ്ടൺ ഐലൻഡിൽ 4000 കോടിയുടെ വികസന പദ്ധതികൾ നാടിനു സമർപ്പിച്ച ശേഷം പ്രധാനമന്ത്രി മടങ്ങിയിരിക്കുകയാണ്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. വെല്ലിംഗ്ടൺ ഐലൻഡിൽ 4000 കോടി രൂപയുടെ വ്യത്യസ്ത വികസന പദ്ധതികൾ, പ്രധാനമായിട്ടും 3 വികസന പദ്ധതികളാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്തത്. കൊച്ചി രാജ്യാന്തര കപ്പൽ അറ്റകുറ്റപ്പണി കേന്ദ്രം, ഡ്രൈഡോക്ക്, IOCയുടെ LPG ഇറക്കുമതി ടെർമിനൽ കേന്ദ്രം എന്നിവയാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത്. ഉദ്ഘാടനം ചെയ്യാൻ പ്രധാനമന്ത്രി എത്തിയതിൽ മുഖ്യമന്ത്രി നന്ദി അറിയിച്ചു. മെയ്ഡ് ഇൻ ഇന്ത്യയിൽ, മെയ്ഡ് ഇൻ കേരളയുടെ പങ്കും വളരെ പ്രധാനപ്പെട്ടതാണ് എന്നാണ് പ്രധാനമന്ത്രി സംസാരിച്ചപ്പോൾ അറിയിച്ചത്. നമുക്കൊപ്പം അല്ലമീൻ കൂടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അല്ലമീൻ, 4000 കോടി രൂപയുടെ വികസന പദ്ധതികൾ നാടിന് സമർപ്പിച്ചാണ് ഇപ്പോൾ പ്രധാനമന്ത്രി വെല്ലിംഗ്ടൺ ഐലൻഡിൽ നിന്ന് മടങ്ങിയിരിക്കുന്നത്. എന്തൊക്കെയാണ് പ്രധാനമന്ത്രി വെല്ലിംഗ്ടൺ ഐലൻഡിൽ ജനങ്ങളോട് പറഞ്ഞത്? അരുൺകുമാർ, രാജ്യത്തെ തുറമുഖ മേഖല എല്ലാം വികസനത്തിന്റെ പാതയിലാണ്. കേരളവും അതിന്റെ പാതയിലേക്ക് കടക്കുന്നു. കൊച്ചിൻ തുറമുഖത്ത് നടന്ന വികസന പദ്ധതികൾ അതിന്റെ തുടർച്ചയായിട്ടാണ് പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചത്. പ്രധാനമായും കപ്പൽ അറ്റകുറ്റപ്പണിശാലയും അതുപോലെ തന്നെ ഡ്രൈ ഡോക്കും ഒക്കെ ആണ് ഇന്ന് നാടിന് പ്രധാനമന്ത്രി സമർപ്പിച്ചത്. 4000 കോടി രൂപയുടെ പദ്ധതികളാണ് ഇന്ന് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത്. ഇത്തരത്തിൽ ഒരു പദ്ധതി അത് കേരളത്തിൽ നടപ്പാക്കിയതിൽ പ്രധാനമന്ത്രിയെ അഭിനന്ദിച്ചുകൊണ്ട്, ഒപ്പം ഈ പ്രധാനമന്ത്രി തന്നെ ഉദ്ഘാടനത്തിൽ എത്തിയതിൽ അദ്ദേഹത്തെ പ്രശംസിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും രംഗത്തെത്തി എന്നുള്ളതാണ് ഏറെ പ്രധാനം. എന്ന് മാത്രമല്ല, ഇന്നത്തെ ദിവസം പ്രധാനമന്ത്രി പറഞ്ഞത് സൗഭാഗ്യ ദിനമായിട്ടാണ് പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചത്. ഒന്ന്, അയോധ്യയ്ക്ക് മുമ്പ് തൃപ്രയാർ സന്ദർശിക്കാനായതിൽ വലിയ ഭാഗ്യമുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. അതിൽ വലിയ അഭിമാനമുണ്ടെന്ന് പ്രധാനമന്ത്രി പറയുന്നു. ഒപ്പം കൊച്ചി തുറമുഖത്തെ ഈ പദ്ധതികൾ നാടിന് സമർപ്പിക്കാനായുള്ള സന്തോഷവും പങ്കുവെച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി മടങ്ങിയത്. ഇനി ഉച്ചയ്ക്ക് ശേഷം BJPയുടെ നേതൃയോഗത്തിലും പ്രവർത്തക യോഗത്തിലും പ്രധാനമന്ത്രി പങ്കെടുക്കുന്നത്. അതിനുശേഷമാകും അദ്ദേഹം ഡൽഹിയിലേക്ക് മടങ്ങുക. കൊച്ചിൻ ഷിപ്പ്യാർഡിലെ ഈ പദ്ധതികളുടെ ഉദ്ഘാടനത്തിലൂടെ വലിയ വികസന സാധ്യതയും അതുപോലെ തന്നെ തൊഴിൽ മാർഗവുമാണ് തുറന്നിടുന്നതെന്നും കൂടി പ്രധാനമന്ത്രി പറഞ്ഞു വെച്ചു. 10 വർഷത്തിനിടെ ഷിപ്പിംഗ് മേഖലയിലുണ്ടായ വളർച്ചയെ സംബന്ധിച്ചും പ്രധാനമന്ത്രി ഈ ഉദ്ഘാടന സമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടി. അരുൺകുമാർ, അല്ലമീനാണ് വിവരങ്ങൾ തന്നത്. വെല്ലിംഗ്ടൺ ഐലൻഡിൽ കൊച്ചി രാജ്യാന്തര കപ്പൽ അറ്റകുറ്റപ്പണി കേന്ദ്രവും ഡ്രൈഡോക്കും IOCയുടെ LPG ഇറക്കുമതി ടെർമിനൽ കേന്ദ്രവും ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി മുരളീധരൻ എന്നിവരുണ്ടായിരുന്നു. ചടങ്ങിൽ ഹൈബീഡൻ MP അടക്കമുള്ളവരുണ്ടായിരുന്നു. അതേസമയം അയോധ്യ പ്രതിഷ്ഠാ ദിനത്തിന് മുൻപ് തൃപ്രയാർ ശ്രീരാമക്ഷേത്രം സന്ദർശിക്കാനായത് ഭാഗ്യമെന്നുകൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഇന്ന് സൗഭാഗ്യ ദിനമെന്നാണ് മോദി വിശേഷിപ്പിച്ചത്. കൊച്ചി ഷിപ്പിംഗ് യാർഡിൽ 4000 കോടിയുടെ വൻകിട വികസന പദ്ധതികൾ രാജ്യത്തിന് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. അന്താരാഷ്ട്ര നിലവാരമുള്ള ഡ്രൈ ഡോക്ക്, ഇന്റർനാഷണൽ ഷിപ്പ് റിപ്പയറിംഗ് ഫെസിലിറ്റി, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ LPG ഇമ്പോർട്ട് ടെർമിനൽ എന്നിവയാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത്. പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുന്നതിന് നേരിട്ടെത്തിയ മോദിയെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നന്ദി അറിയിക്കുകയും ചെയ്തു. मुझे यहाँ केरला के विकास के उत्सव में हिस्सा लेने का अवसर मिला है। साथियों, कुछ ही दिन पहले अयोध्या में महर्षि वाल्मीकि इंटरनेशनल एयरपोर्ट का लोकार्पण करते हुए मैंने केरला में स्थित रामायण से जुड़े 4 पवित्र मंदिरों नालंबलम की बात की थी। केरला के बाहर बहुत लोग नहीं जानते कि ये मंदिर राजा दशरथ के 4 पुत्रों से जुड़े हैं। ये सौभाग्य की बात है कि अयोध्या में राम मंदिर की प्राण प्रतिष्ठा से कुछ दिन पहले ही मुझे त्रिप्रायर के श्री रामस्वामी मंदिर के दर्शन करने का अवसर मिला. ഐലൻഡിൽ രാജ്യാന്തര കപ്പൽ നിർമ്മാണശാല അറ്റകുറ്റപ്പണി നടത്തുന്ന ശാലയുടെ ഉദ്ഘാടനവും IOCയുടെ ഇമ്പോർട്ടഡ് LPG ടെർമിനൽ പ്ലാന്റും ഉദ്ഘാടനം ചെയ്തതിനു ശേഷം ഡ്രൈഡോക്കിന്റെ പരിസരത്ത് പോയി അവ നിരീക്ഷിച്ച ശേഷമാണ് പ്രധാനമന്ത്രി മടങ്ങിയത്. പ്രധാനമന്ത്രിയെ യാത്രയയക്കാൻ മുഖ്യമന്ത്രിയും ഗവർണറും കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രിയും MPയും ഒക്കെ ഉണ്ടായിരുന്നു. ഈ അന്തർദേശീയ നിലവാരമുള്ള ഇന്റർനാഷണൽ ഷിപ്പിന്റെ റിപ്പയറിംഗ് സെന്ററാണ് ഇപ്പോൾ രാജ്യത്തിന് സമർപ്പിച്ചിരിക്കുന്നത്. അന്താരാഷ്ട്ര നിലവാരമുള്ള കപ്പലുകളുടെ അറ്റകുറ്റപ്പണി നടക്കുന്ന കേന്ദ്രം, ഒപ്പം ഡ്രൈഡോക്കും, അതിനുശേഷം IOCയുടെ LPG പ്ലാന്റും ഇപ്പോൾ പ്രധാനമന്ത്രി സന്ദർശിച്ചത്. അല്പസമയം മുമ്പ് പ്രധാനമന്ത്രി നേരിട്ടു കണ്ടത് ഈ കപ്പൽ അറ്റകുറ്റപ്പണി നടത്തുന്ന ശാല, പുതുതായിട്ട് ഇന്ന് ഉദ്ഘാടനം ചെയ്തിരിക്കുന്ന ശാലയാണ്. വിഴിഞ്ഞത്ത് കപ്പലുകൾ അടുക്കുന്നതോടുകൂടി ഇനി ഈ ഷിപ്പുകൾക്ക് അറ്റകുറ്റപ്പണി നടത്താൻ മറ്റു വിദേശ രാജ്യങ്ങളെ സ്വീകരിക്കേണ്ടതില്ല. ഈ കപ്പൽ അറ്റകുറ്റപ്പണി നടത്തുന്ന സ്ഥലത്ത് നിന്നും പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ഗവർണറും MPയുമെല്ലാം
ദൃശ്യങ്ങൾ എടുക്കുകയും ചെയ്തു. അതിനുശേഷമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വില്ലിംഗ്ടൺ ഐലൻഡിൽ നിന്ന് മറൈൻ ഡ്രൈവിലേക്ക് മടങ്ങിയത്. മറൈൻ ഡ്രൈവിലാണ് ഇനി രാഷ്ട്രീയ പരിപാടി നടക്കുക. അവിടെ വിവിധ ശക്തി കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്ന BJP പ്രതിനിധികളുമായും ക്ഷണിക്കപ്പെട്ട അതിഥികളുമായും പ്രധാനമന്ത്രി സംവദിക്കും. തിരഞ്ഞെടുപ്പിനെ മുൻപിൽ കണ്ടുകൊണ്ടുള്ള ഒരുക്കങ്ങളാണ് പ്രധാനമായിട്ടും ഇനി ചർച്ചയാവുക. ഇന്ന് പുലർച്ചെ ഗുരുവായൂർ ക്ഷേത്ര നടയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് വധൂവരന്മാരെ ആശീർവദിച്ചതിനു ശേഷമാണ് തൃപ്രയാർ ക്ഷേത്രത്തിലേക്ക് എത്തുകയും അയോധ്യയിലെ പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങിന് മുമ്പ് തന്നെ തൃപ്രയാർ ക്ഷേത്ര സന്നിധിയിലെത്താൻ സാധിച്ചത് സൗഭാഗ്യമായി കരുതുന്നു എന്നാണ് വെല്ലിംഗ്ടൺ ഐലൻഡിൽ നടത്തിയ പ്രസംഗത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞത്. ഈ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. പ്രധാനമന്ത്രി ഇപ്പോൾ വെല്ലിംഗ്ടൺ ഐലൻഡിൽ നിന്ന് മറൈൻ ഡ്രൈവിലേക്ക് മടങ്ങുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്.